ലോകം ഉറ്റുനോക്കുന്ന ആഗോള രാഷ്ട്ര രംഗത്ത് പുതിയൊരു വഴിത്തിരിവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യൻ വിരുദ്ധ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. യുക്രൈൻ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് വെറും ഭീഷണിയല്ല, കൃത്യമായ സാമ്പത്തിക ശിക്ഷാ നടപടികളിലൂടെ റഷ്യയെ വരുതിയിലാക്കുമെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ തീരുമാനം റഷ്യയ്ക്ക് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുമെന്ന ആശങ്കയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പാശ്ചാത്യ സൈനിക സംഘമായ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ 50 ദിവസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കനത്ത തിരിവുകൾ ചുമത്തും, ട്രംപ് പറഞ്ഞു. വ്യാപാര നയങ്ങളെ താൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അത് വളരെ നല്ലൊരു ആയുധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ തിരിവുകൾ എങ്ങനെയായിരിക്കും, ഏതൊക്കെ മേഖലകളെ ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ട്രംപ് വ്യക്തമാക്കാൻ തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻകാല നയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് ഊർജ്ജ മേഖലയിലും മറ്റ് പ്രധാന വ്യവസായങ്ങളിലും കനത്ത പകരമേൽപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും അധിക തിരിവ് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും വലിയ തോതിൽ സഹായിച്ചു. ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വലിയ തോതിൽ അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാര്യമായി ബാധിക്കും. മറ്റ് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എണ്ണ വാങ്ങാൻ നിർബന്ധരാകുന്നത് ഇന്ത്യയുടെ വ്യാപാര കമ്മിയും വിദേശനാണ്യ ശേഖരവും കുറയാൻ ഇടയാക്കും. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വില കൂടുന്നത് ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വില വർധനവിന് കാരണമാകും. ഇത് അവശ്യ വസ്തുക്കളുടെ വില ഉയർത്തുകയും സാധാരണ ജനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും. ട്രംപിന്റെ പ്രതിനിധി കീതർ കെലോഗ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയിട്ടുണ്ട്. യുക്രൈൻ സൈനിക ഇന്റലിജൻസ് മേധാവിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റഷ്യക്കെതിരായ നടപടികൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്ത് വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് യുക്രൈന് കൂടുതൽ ആയുധം നൽകാമെന്ന നയം മാറ്റത്തിലേക്ക് ട്രംപ് എത്തിയതെന്നാണ് സൂചന. നേരത്തെ താൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പുടിനുമായി തനിക്ക് മികച്ച ബന്ധമാണെന്നും ട്രംപ് പലതവണ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ കീവിലെ സന്ദർശനവും ഇപ്പോഴത്തെ കടുത്ത നിലപാടും ട്രംപിന്റെ റഷ്യൻ നയത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നതായി വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ പുടിനുമായി നടത്തിയ ചർച്ചകളിൽ കാര്യമായി പുരോഗതി ഇല്ലാത്തതുകൊണ്ടാവാം ട്രംപ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. യുക്രൈന് വ്യോമ പ്രതിരോധ പേട്രിയറ്റ് മിസൈൽ അടക്കം നവീന ആയുധങ്ങൾ നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിൻ്റെ ചെലവ് നാറ്റോ അംഗങ്ങൾ വഹിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാറ്റോയിൽ അംഗമല്ലാത്ത യുക്രൈന് നാറ്റോ വഴി ആയുധങ്ങൾ നൽകുന്നതിൽ ട്രംപിന്റെ ഈ സമീപനം നേരത്തെ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുന്ന ട്രംപ് US-ന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും നാറ്റോ അംഗങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനുമാണ് ശ്രമിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ നിലപാട് ഇതിനു മുമ്പും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ട്രംപിന്റെ ഈ പുതിയ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. റഷ്യയെ സംബന്ധിച്ചോളം ഇത് പുതിയ സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തും. നിലവിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കനത്ത തിരിവുകൾ ഏർപ്പെടുത്തുന്നത് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കും. യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ തീരുമാനം വലിയ വെല്ലുവിളിയാണ്. റഷ്യൻ വാതകത്തെയും എണ്ണയെയും ആശ്രയിക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇത് ഊർജ്ജ വില വർധനവിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ദീർഘകാല ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ നീക്കം സങ്കീർണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. പ്രതിരോധ മേഖലയിലും ഊർജ്ജ മേഖലയിലും റഷ്യയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത്. ട്രംപിന്റെ നയം നടപ്പിലാക്കിയാൽ ഈ ബന്ധങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിലും സാമ്പത്തിക തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ വഴിവെച്ചേക്കാം.